ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും നന്ദി അറിയിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധിയാണ് കൊച്ചിയിലുള്ളത്. ഈ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളക്കൂറുള്ള, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലാവരെയും സജ്ജമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റും. DCC പ്രസിഡന്റ് നിലയിലുള്ള പ്രവർത്തനമാണോ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്? തീർച്ചയായും. ഞാൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. ആ കാലഘട്ടത്തിലെ പ്രവർത്തനവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള എൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പാർട്ടിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവും, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള തിരിച്ചുവരവും പാർട്ടിയെ ഒറ്റക്കെട്ടായി അപശബ്ദങ്ങളില്ലാതെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ്. സ്വാഭാവികമായും ഒരു വിജയസാധ്യത മുൻനിർത്തി പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ എടുക്കുക, അത് ഗുണപരമായി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്ത് കൊച്ചി പോലെയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്, ഒരു പൈതൃക നഗരം കൂടിയാണ് ഈ കൊച്ചി, ഈ നിയോജക മണ്ഡലം. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊച്ചി. ഫോർട്ട് കൊച്ചി ലോകപ്രസിദ്ധമാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള, പൈതൃകമായിട്ടുള്ള, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ആ ഐശ്വര്യം അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുന്ന ആളുകൾക്ക് നമുക്കറിയാം, ഒരു ടൂറിസ്റ്റുകൾക്ക് വന്നാൽ ഒന്ന് നടക്കാനോ ആ കടപ്പുറത്തു കൂടി ഒന്ന് നടക്കാനോ ഇരിക്കാനോ, നിറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മറ്റുള്ള വേസ്റ്റുകൾ, അത്തരത്തിലുള്ള ഒന്നായി അതിനെ മാറ്റിയിരിക്കുന്നു. കൊച്ചിയുടെ ചീനവല ഏറ്റവും പ്രസിദ്ധമാണ്. അപ്പോൾ അതുപോലും കോടിക്കണക്കിന് രൂപ മുടക്കി വെറുതെ മരങ്ങൾ വാങ്ങിയിട്ടെന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടന്നിട്ടില്ല. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. 10,000-കണക്കിന് ആളുകൾ തിങ്ങി താമസിക്കുന്ന ചെറിയൊരിടമാണ്. കുടിവെള്ളത്തിന് ഇത്രയധികം ക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പം നമുക്ക് മുൻഗണനാക്രമത്തിലുള്ള ജനക്ഷേമകരമായിട്ടുള്ള, ജനങ്ങൾക്ക് അടിയന്തരമായി എത്തിക്കേണ്ട വികസന പദ്ധതികൾ, അത് ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും നടപ്പിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി സർക്കാരിൻ്റെ ഒരു സർക്കാർ കയ്യിലിരിക്കുമ്പോഴാണ് 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി ഇവിടെ നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും കുടിവെള്ള പ്രശ്നത്തിൽ പോലും പരിഹാരം കാണാൻ കഴിയും. കൊച്ചിയിലെ ജനങ്ങൾ ഇന്ന് എത്ര രൂപയ്ക്കാണ് കുടിവെള്ളം വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത്? 1 പൈസയ്ക്കും 2 പൈസയ്ക്കൊക്കെയാണ് 1 ലിറ്റർ വെള്ളം കൊടുക്കുന്നത്. ഇവർ വാങ്ങുന്നത് 15 രൂപയ്ക്കാണ്, 10 രൂപയ്ക്കും 3 രൂപയ്ക്കും, 3 രൂപ മുതൽ 15 രൂപ വരെയാണ് വെള്ളം വാങ്ങുന്നത്. ഓരോ വീടുകളിലും ജാറുകളാണുള്ളത്. മനുഷ്യർക്ക് വെള്ളം കൊടുക്കാതെ എന്ത് വികസനമുള്ളത്? നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാതെ. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുക, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഈ സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും, കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. പിണറായി വിജയൻ്റെ അഴിമതി, കെടുകാര്യസ്ഥത, ഏറ്റവും അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.